ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ലൂബിക്ക. പല സ്ഥലത്തും ഇതിനെ പല പേരുകളിലാണ് അറിയപ്പെടുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക വീടുകളിലും ഈ സാധനം ഉണ്ടാകും, ലൂബിക്ക ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഉപ്പിലിടാറുണ്ട്, അച്ചാറിടാറുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മിത് ജ്യൂസ് അടിച്ച് ആണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോണത്. ജ്യൂസ് അടിച്ച് നമുക്ക് എങ്ങനെ ഇടാൻ നോക്കാം. ഓക്കെ. ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ മരത്തിൻ്റെ മുകളിലാണ്. നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ലൂബിക്ക കൊണ്ടുള്ളൊരു ഫ്രഷ് ജ്യൂസാണ്. അപ്പോൾ ഞാൻ ലൂബിക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിയേക്കാണ്. നല്ല പുളിർമിൻ്റെ കടിയൊക്കെ കൊണ്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ലൂബിക്ക പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ നമുക്കിത് ഇത്രയും ലൂബിക്ക കിട്ടിയിട്ടുണ്ട്. ഇതിൽ പഴുത്തതും പച്ചയും പിന്നെ വല്ലാണ്ട് പഴുത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നന്നായിട്ട് നല്ല കളറുള്ള സാധനം മാത്രമേ ഇപ്പോൾ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. കാരണം പച്ചക്ക് ഉപയോഗിച്ചാൽ നല്ല പുളിപ്പായിരിക്കും. അപ്പോൾ നല്ല പഴുത്തത് നല്ല കളറുള്ളത് നമ്മൾ ഇതിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നല്ല പഴുത്തതും പിന്നെ പച്ചക്ക സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഴുത്തത് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വാഷിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേവിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് വേവിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര ഇട്ടാലും മതി. ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇടുന്നില്ല. നന്നായിട്ട് ഉടയണ രൂപത്തിന് ആവണ വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും നമുക്ക്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. മിക്സിയിൽ ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണത്. നല്ല കുഴമ്പ് രൂപത്തിലിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ കുറച്ച് രൂപയ്ക്കെടുത്താൽ തന്നെ ഒരുപാട് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ കുരു നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നന്നായിട്ട് അരിച്ച് എടുക്കുക. It's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുന്തിരിയുടെ ജ്യൂസിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല അതേ ഒരു കളറും ഉള്ള ഒരു ജ്യൂസാണ്. നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാൻ കേട്ടോ. ടേസ്റ്റ് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത് മുന്തിരി ജ്യൂസിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് കുറച്ച് പുളിപ്പ് കൂടുതലാണ്. കാരണം ലൂബിക്ക സാധനം പുളിപ്പാണല്ലോ, പുളിപ്പ് കൂടുതലാണ്. അപ്പോൾ ആ പുളിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര കൂട്ടിയിടണം. പഞ്ചസാര കൂട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പാഴായിട്ട് മിക്സ് ചെയ്തടിക്കാം. പറഞ്ഞ പോലെ പഞ്ചസാര കൂട്ടിയിടിക്കാം. അപ്പോൾ അതിൻ്റെ പുളിപ്പ് കുറയാം. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പഴുത്ത ലൂബിക്കായിട്ട് അടിച്ചാലും ആ ഒരു പുളിപ്പിന് കുറച്ച് കുറവ് വരും. ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്, അല്ലെങ്കിൽ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിലുണ്ടാവും ലൂബിക്ക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ഓക്കെ.